ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെറിയൊരു ട്രിപ്പ് പോവാണ്. തായ്ലൻഡിലേക്കാണ് പോണത്. തായ്ലൻഡിൽ പട്ടായ ബാങ്കോക്കാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഫുക്കറ്റ് ക്രാബി എന്ന് പറയുമ്പോൾ ഒരു ഐലൻഡ് ടൈപ്പ് അല്ലേ. നമ്മൾ റീസെൻ്റ്ലി മാൽഡീവ്സ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പട്ടായം ബാങ്കോക്കും ആയിരുന്നു ചൂസ് ചെയ്തത്. അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ഞാനൊരു 2-3 ഏജൻസീസിനെ കോൺടാക്ട് ചെയ്ത് അതിൽ നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നിയ ഒരു ഏജൻസീനെയായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുൾ എല്ലാ പ്രൈസ് ഡീറ്റെയിൽസും നമുക്ക് ഈ ട്രിപ്പ് വൃത്തിയായിരുന്നു. ഈ ട്രിപ്പിൽ നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങളെല്ലാം പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഞങ്ങൾ പോയത് ഒരു പാക്കേജ് എടുത്തിട്ടായിരുന്നു. അഫോർഡ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസിയുടെ പാക്കേജ് ആയിരുന്നു. അതിൽ നമുക്ക് സൈറ്റ് സീയിങ്ങും എല്ലാം കൂട്ടിയിട്ട് 21,000 ആയിരുന്നു ഒരാൾക്കായിട്ടുണ്ടായിരുന്നത്. ടിക്കറ്റ് ഫീസ് സെപ്പറേറ്റ് ആയിരുന്നു. തായ്ലൻഡ് ഏജൻസിന്ന് ഞങ്ങളുടെ അടുത്ത് 20 തായ് ബാത്ത് അവിടുത്തെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫുഡ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു തായ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 രൂപ 30 പൈസയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ മണി എക്സ്ചേഞ്ച് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് മെയ് മിഡ് വരെ വിസ ഫ്രീ ആണ് ഗൈസ്. വിസ ഫീ ഇല്ല. ആസ് യൂഷ്വൽ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ടൈമിൽ ബെൽറ്റും വാച്ചും ഫോണും എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. ഇഷ്ടം ട്രിപ്പിൽ എക്സൈറ്റഡ് ആണോ? എന്തെങ്കിലും ട്രിപ്പിനെ പറ്റി അറിയോ? അതെന്തുകൊണ്ട് അറിയില്ല എന്നും കൂടെ പറ. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണ് ഗൈസ്. നമുക്കൊരു അബദ്ധം പറ്റി. എയർ ഏഷ്യക്ക് ഫുഡില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തില്ല. നമ്മൾ വിചാരിച്ച് ഫ്ലൈറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലൊരു ടൈമും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. കുറച്ചും കൂടെ മുന്നേ നമ്മൾ ഓർത്തിരുന്നെങ്കിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. ലോഞ്ചിൽ കയറി ഫ്രീ ഫുഡ് കഴിക്കായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിവിടെ പൈസ കൊടുത്ത് ഫുഡ് കഴിക്കണം ഗൈസ്. ഇതെന്താ ചേട്ടാ? ഹെർബ്സിന്റെ എന്തോ ബാർബിക്യൂ സബും ഇതും ഫജിത ചിക്കൻ സബും. ഭയങ്കര പൈസയാണ് ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് 11:45 11:30 ആയി. എന്നിട്ടും ഇതുവരെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല ഗൈസ്. നോക്കിയിരുന്ന് അവസാനം 11:40 ആയപ്പോൾ അവർ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് കുറവായതിൽ എനിക്ക് അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു ഗൈസ് ഇത്. അങ്ങനെ 4 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ബാങ്കോക്ക് എത്തി. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫോറിൻ പാസ്പോർട്ട് ഇമിഗ്രേഷൻ്റെ അങ്ങോട്ടാണ് പോയത്. ഫ്ലൈറ്റ് ഭയങ്കര അലമ്പാണ്. ഇത്രയും നാളും കയറിയതിൽ ഏറ്റവും അലമ്പ് ഫ്ലൈറ്റ്. എനിക്ക് ഹൈറ്റ് കുറവാ, കാലിന് നീളം കുറവായിട്ട് സീറ്റ് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. വിഷ്ണുവിൻ്റെ കാലവിടെ മുട്ടി. എന്താ പറയുക, KSRTC ബസ് പോലത്തെ ഒരു ഫീലായിരുന്നു. ഗ്ലാസ് വെള്ളം പോലെ തന്നില്ല ഗൈസ്. ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇത്രയുള്ളൊരു ബോട്ടിൽ വെള്ളത്തിന് 40 തായ് ബാറ്റ്, അതായത് നമ്മുടെ ഒരു 100 റുപ്പീസിൻ്റെ അടുത്തെങ്ങാണ്ട് വരും. ഇപ്പിന്ന് എന്തെങ്കിലും കൊടുക്കണ്ടോ? അതുപോലെ ഗൈസ്, ശരിക്കും നമുക്ക് 7 kg 2 ബാഗേ ഉള്ളൂ. വിഷ്ണുവേട്ടൻ പാക്ക് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വന്നാലും അതിൽ കൂടുതലാവുന്നുള്ളത് കൊണ്ട്
എത്ര രൂപയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കാനുള്ള, അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. നമ്മളൊരു 20 kg ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സേഫ്റ്റിക്ക് നമ്മൾ കുറച്ചും കൂടെ ക്യാഷ് എടുത്ത് വെക്കാൻ അവിടുത്തെ ATM യൂസ് ചെയ്തപ്പോൾ നാട്ടിലത്തെ കാർഡ് വർക്കായില്ല, ഇൻ്റർനാഷണൽ കാർഡാണ് വർക്കായത്. അതുപോലെ ഞങ്ങളുടെ ഏജൻസിയിൽ നിന്ന് പറഞ്ഞിരുന്നു എയർപോർട്ടിൻ്റെ പുറത്ത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ സിം എടുക്കണമെന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഓഫേഴ്സ് ഉണ്ടായിരുന്നത്. അങ്ങനെ വിഷ്ണുവേട്ടൻ്റെ പേര് തായ്ലൻഡ് വരെ എത്തി ഗൈസ്. ഇറങ്ങി 10 minutes കഴിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ക്യാബെല്ലാം അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് വാട്സപ്പിൽ ഭയങ്കര അടിപൊളിയായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്തിട്ട്. ടൈമില്ല. ഒന്നും നോക്കണ്ട, വലത് കാല് വെച്ച് കയറിക്കോ. നമ്മൾ റൂമിലെത്തി. ഹോട്ടലൊക്കെ അടിപൊളിയാണ്, റൂമും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നോക്കിയത്. നിങ്ങൾക്ക് ഇപ്പോൾ വരുമ്പോൾ ഇതിലും അടിപൊളി റൂം, പ്രീമിയം റൂം വേണമെന്നുണ്ടെങ്കിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. കുറച്ചും കൂടെ അടിപൊളി റൂമിൽ കുറച്ചും കൂടെ പൈസ കൂടും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തായ്ലൻഡ് ട്രിപ്പ് നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എൻ്റെ നാട്ടിലുള്ള വരവ് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നു എന്നേ ഉള്ളൂ. ഒരു കുഞ്ഞു ബാൽക്കണി ഒക്കെ ഉണ്ട്. ട്രിപ്പിൻ്റെ എല്ലാ ദിവസവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ലിമിറ്റഡ് ആയിരുന്നു. എങ്കിലും ഓക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്. ബാങ്കോക്കിൽ നിന്ന് പട്ടായക്ക് വന്നു. നമ്മൾ 3 days പട്ടായയും 1 day ബാങ്കോക്കുമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. ബാങ്കോക്കിലേക്കുള്ള 2 hour നമുക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു. ഭയങ്കര ടയർഡായിപ്പോയി, കാരണം നമ്മൾ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇവിടുത്തെ ടൈമും നാട്ടിലെ ടൈമും ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഫ്ലൈറ്റും അത്ര നല്ല അടിപൊളി ഫ്ലൈറ്റ് അല്ലായിരുന്നു. ഇപ്പോൾ റൂം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഞങ്ങൾക്ക് ഓക്കെയാണ്, അത്ര സെറ്റപ്പ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ഓക്കെയാണ്. നീറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവേട്ടന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ ഒതന്റിക് ഫുഡ്സ് വേണം നമുക്ക് തരാൻ. ഇവര് നമുക്ക് തന്നത് ബട്ടൂര, ചെന്ന മസാല, പിന്നെ കോണ്ടിനെന്റൽ ടൈപ്പ് ബ്രെഡ്, ബട്ടർ, ജാം, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, ഇന്ത്യൻ നാസ്ത, അങ്ങനെയല്ലല്ലോ നമുക്ക് തരേണ്ടതെന്നാണ് വിഷ്ണുവിന്റെ അഭിപ്രായം. എനിക്കുള്ളൊരു സമാധാനം എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ കൂടുതൽ പറഞ്ഞത് ഇവിടെ പോർക്കായിരിക്കും കൂടുതൽ എന്നാ. അപ്പൊ ഞാൻ പോർക്ക് കഴിക്കില്ല. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത് ഓക്കെ ആയിരുന്നു. അപ്പൊ ഇനി നമ്മള് ഫ്രഷ് ആയിട്ട് 11 മണിക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ ആള് വരും. അതുപോലെ പറയാൻ പറഞ്ഞു, ഇങ്ങോട്ട് വന്ന കാറ് ഭയങ്കര അടിപൊളി കാറായിരുന്നു, ലക്ഷറി കാറായിരുന്നു, ഫോർച്യൂണർ ആയിരുന്നു. പുള്ളി 100-120 വിട്ട് താഴേക്ക് വന്നിട്ടേ ഇല്ല, ഭയങ്കര സ്പീഡില്. നോക്കിയപ്പോ ചുറ്റുമുള്ള എല്ലാ വണ്ടികളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് 11 മണി ആവുമ്പോഴേക്കും താഴേക്ക് പോവാം. ബാക്കി വിശേഷം വീഡിയോയിൽ കാണാം. ഒരു കുഞ്ഞുറക്കവും കുളിയും കഴിഞ്ഞപ്പോഴേക്ക് റിസപ്ഷനിൽ നിന്ന് വിളിച്ചു, നമ്മുടെ ഗൈഡ് വന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മളെ പിക്ക് ചെയ്തു. ഇനി നമ്മളിവിടെ 2 പേരും കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. നമ്മളിനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കും ടൈഗർ പാർക്കിലേക്കാണ് പോണത്. ഞാനും വിഷ്ണുവിനും ടൈഗറിന്റെ ഓർമ്മൂട്ടന്റെയും കൂടെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഗൈസ്. വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ വലിയ വണ്ടിയിൽ. ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ് പോലത്തെ ഒരു വണ്ടിയാ. ടിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫസ്റ്റ് വിസിറ്റ്.
പക്ഷെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടത് ഇവിടെ സാധനങ്ങൾക്ക് കമ്മിയായ പൈസ വന്ന മാംഗോ സ്റ്റിക്കി റൈസ്. എനിക്ക് തായ് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവിടെ ഒരു ഷോപ്പും ഉണ്ട്. പക്ഷെ വിഷ്ണുടം പറഞ്ഞു പുറത്ത് ചിലപ്പോൾ ഇതിലും നല്ല ഷോപ്പുണ്ട്, നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണമല്ലേ, അലമ്പായ പിന്നെ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചില്ല. ഇവിടുന്ന് ജസ്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് നമ്മളൊരു മാംഗോ ജ്യൂസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും തായ്ലൻഡിൽ നിന്ന് തന്നെ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യണതായിരിക്കും. എൻ്റെ സോവിനിയറായിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സോവിനിയറിന് 80 തായ് ബാത്ത് ആയിരുന്നു. പക്ഷേ ബാങ്കോക്കിൽ 3 നമുക്ക് 100-ന് കിട്ടും. ഇവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബാർബിക്യൂ ചിക്കൻ. പക്ഷെ പോർക്ക് ട്രൈ ചെയ്യാറില്ലേ? നല്ലതാണ്. എങ്ങനെയുണ്ടായി? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നടന്ന് ടയർഡായി. നമുക്ക് ടൈഗർ പാർക്കിലും കൂടെ പോവാനുണ്ട്. പക്ഷെ ഇഷ്ടമായോ? കുഴപ്പമില്ല, കാണാൻ പറ്റില്ല. കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും കാണുന്നതിലുപരി ആക്ടിവിറ്റീസ് ചെയ്യാനായിരുന്നു ഇഷ്ടം. പക്ഷേ ഇവിടെയും നമുക്ക് ഐലൻഡ്സിൽ മാൽദീവ്സിൽ സെയിം ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ തവണ ആക്ടിവിറ്റീസും ഐലൻഡ്സും ചൂസ് ചെയ്യാതെ ഇങ്ങനെ ചൂസ് ചെയ്തത്. നല്ലതാണോന്നൊന്നും എനിക്കറിയില്ല ഈ ബ്രാൻഡ്.
ആമസോണിന്ന് മേടിച്ചതാ. ഭയങ്കര വെയിലാ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് പുള്ളി പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ടൈഗർ പാർക്കിലേക്കായിരുന്നു. ടൈഗറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ നമ്മൾ പേ ചെയ്യണം. ഓരോ ടൈഗറിനും ഓരോ പ്രൈസാണ്. വൃത്തികെട്ട മണമുണ്ട് ഗൈസ്. ടൈഗറിനെ കുളിപ്പിക്കാറില്ലാന്ന് തോന്നുന്നു. On the screen. Tiger. No, sorry here. Oh. Okay. Chalo, follow. Electric, huh? Oh, sorry. Left. Photo. Yeah. Take. Record. Nice. Are you tiger? Yeah. Wanna eat Indian food? ആംഗ്രി അല്ലേ? ഒരാംഗ്രി ഉള്ളു. ഞാൻ ആ പുള്ളി പറയണ കേട്ട് പഠിച്ചതാ. നമ്മള് പട്ടീനെയൊക്കെ സിറ്റ് ബിഹേവ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇതിനോട് ആംഗ്രി സ്ലീപ്പ് എന്നൊക്കെ പറയുമ്പോ ഇത് അനുസരിക്കണ്ടായിരുന്നു. ഇത് ഇത് മീഡിയം. നമ്മള് ഫോട്ടോ എടുത്തിട്ട് ബിഗ്. ആദ്യം പേടിയായി, പിന്നെ പാവാന്ന് മനസ്സിലായി. ഉപദ്രവിക്കാതിരുന്നാ മതി, നമുക്ക് വാലൊക്കെ എടുത്ത് പോക്കാൻ പറ്റും. ഇനി എനിക്ക് ഉറങ്ങൂട്ടിനെ കാണണം. ഉറങ്ങൂട്ടിന് എവിടെയാന്ന് ഞാൻ വിചാരിച്ച, വേറെ എവിടെയാ, അവരോട് ചോദിച്ചു നോക്കാം. കാണുമ്പോ നിങ്ങൾക്ക് ചെടിയായിട്ട് തോന്നും, പക്ഷെ ഇത് ജീവനുള്ള ടൈഗറാ. ഹലോ, അങ്ങനെയുണ്ടോ നോക്കി. കാനഡയിലെ ആഫ്രിക്കൻ ലൈൻ സഫാരി ആണോ ഇവിടുത്തെ ടൈഗർ പാർക്കാണ് ഇഷ്ടപ്പെട്ടത്? കാനഡയിലെ ആഫ്രിക്കൻ ലയൺ സഫാരിയിൽ നമ്മൾ കാറിൽ ഇരുന്ന് ഇങ്ങനെ പോകും. ലയണൊക്കെ അവിടെ വായും പൊളിച്ച് കിടന്നു ഉറങ്ങും. എനിക്കിതാ ഇഷ്ടപ്പെട്ടെ. ഇഷ്ടമാണോ? നമ്മുടെ ഇന്നത്തെ സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, ടൈഗർ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് രണ്ടോ നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചെയ്യാൻ, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇറങ്ങാം. ഇപ്പം ഞങ്ങൾ തൽക്കാലം ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ടായിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പോണത്. 2:30 അതോ 3 നാട്ടിലെ ടൈമല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാത്തിന്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവസാനം നിങ്ങളുടെ അടുത്ത് ഓരോന്നിന്റെ പറഞ്ഞു തരാം. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് തരാം. ഇതൊക്കെ ഫുഡ് കഴിക്കാൻ പോവാം. Turn left.
ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. സ്റ്റീംഡ് റൈസും പിന്നെ റെഡ് കറിയും ഗ്രീൻ കറിയും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എരിവായിരുന്നു. എന്താണെന്ന് നോക്കിയപ്പോൾ 2-3 കൊല മറ്റേ കുരുമുളകൊക്കെ അവർ അതുപോലെ തന്നെ ഇട്ടേക്കുമായിരുന്നു. നമ്മൾ മേടിച്ച ഫുഡിൻ്റെയും ഡ്രിങ്ക്സിൻ്റെ എല്ലാം പ്രൈസാണ്. ഇതെല്ലാം തായ് ബാത്തിലാട്ടോ, ഇന്ത്യൻ മണി അല്ല. ഈ ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പട്ടായ ബാങ്കോക്ക് നൈറ്റ് ലൈഫിനെ എല്ലാം പറ്റി പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.